വെൽക്കം ബാക്ക് ടു ഐ സ്പൈസി ഡിലൈറ്റ്സ്. വെറും 10 മിനിറ്റ് ഉണ്ടോ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നമുക്കൊരു അടിപൊളിയായിട്ടുള്ള സ്വീറ്റ് റെസിപ്പി തയ്യാറാക്കാം. ജാം റോൾ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഉണ്ടാക്കിയാലോ. ജാം റോൾ തയ്യാറാക്കാൻ വേണ്ടി മിക്സിയുടെ ജാറിലേക്ക് 2 കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം. അതിലേക്ക് 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് ഓയിൽ, ഞാനിവിടെ എടുത്തിരിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. അതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് അടിച്ചെടുക്കാം. ബീറ്റർ ഉള്ളവർക്ക് ബീറ്റർ യൂസ് ചെയ്ത് ചെയ്യാം, മിക്സി ഉള്ളവർക്ക് മിക്സിയിൽ അടിച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു ബൗൾ എടുക്കുക, അതിൻ്റെ മേലെ അരിപ്പ് വെച്ച് കൊടുക്കാം. അതിലേക്ക് 4 ടേബിൾ സ്പൂൺ മൈദയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ഒരു നുള്ള് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് ഇതുപോലെ ഒന്ന് അരിച്ചെടുക്കാം. നന്നായി അരിച്ചെടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് നമ്മൾ മുട്ടയൊക്കെ ഒന്ന് ബീറ്റ് ചെയ്ത് വെച്ചിട്ടില്ലേ, അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കട്ടകളൊന്നും ഇല്ലാതെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. വാനില എസൻസ് താല്പര്യമില്ലാത്തവർക്ക് പൈനാപ്പിൾ എസൻസ് ഇതിൽ ചേർക്കാവുന്നതാണ്. ഞാൻ എന്തായാലും ഇവിടെ വാനില എസൻസാണ് ചേർത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ട് കട്ടകളൊന്നും ഇല്ലാതെ നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ കിട്ടിയിരിക്കണം. കൺസിസ്റ്റൻസി പറയുന്നത് ഇതുപോലെ ആയിരിക്കണം. കൺസിസ്റ്റൻസി മനസ്സിലായാലോ. അപ്പോൾ ഞാനത് ബേക്ക് ചെയ്തെടുക്കുന്നത് ദോശത്തവയിലാണ്. അതിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് ഇതുപോലെ നമ്മുടെ ആ ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. റിബൺ രീതിയിലാണ് നമ്മുടെ ബാറ്റർ കിട്ടിയിരിക്കുന്നത്. ഇതാണ് പെർഫെക്റ്റ് കേട്ടോ. ഇപ്പോൾ സ്റ്റൗ കത്തിക്കരുത്, നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നന്നായി ഈവനായിട്ട് എല്ലായിടത്തേക്കും ഒരുപോലെ സ്പ്രെഡ് ചെയ്തതിന് ശേഷം മാത്രമേ സ്റ്റൗ കത്തിക്കാൻ പാടുള്ളൂ. എന്നിട്ട് നമ്മുടെ സ്റ്റൗ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ മൂടി വെച്ച് നമുക്കൊരു 5 മിനിറ്റിനുള്ളിൽ കുക്കാവും. അതൊന്ന് തുറന്ന് നോക്കാം. ടൂത്ത് പിക്ക് ഇട്ട് വെച്ചൊന്ന് കുത്തി നോക്കാം. ടൂത്ത് പിക്ക് നല്ല ക്ലിയർ ആയിട്ട് വരികയാണെങ്കിൽ ഇത് കുക്കായിട്ടുണ്ടെന്നാണ് അർത്ഥം. ഇത് നല്ല ക്ലിയർ ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത്. ഇനി ഇതൊന്ന് പ്ലേറ്റിലേക്ക് മാറ്റാം കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടാണ് കുക്കായി വന്നിട്ടുള്ളത്. പിടിക്കുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റാണ്. ഞാൻ ഇതിൻ്റെ പുറം ഭാഗം കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ അടി കരിഞ്ഞിട്ടൊന്നുമില്ല. പാന് നല്ല ക്ലിയർ ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത്. ഇതാ കണ്ടില്ലേ. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ജാം സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഏത് ടൈപ്പ് ഓഫ് ജാം വേണമെങ്കിലും എടുക്കാം. ഇന്ന ജാം വേണം ഇന്ന നിർബന്ധമൊന്നുമില്ല, ഏത് വേണമെങ്കിലും എടുക്കാം. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് മിക്സഡ് ഫ്രൂട്ട് ജാമാണ്. അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് അതിന് പകരം പൈനാപ്പിൾ ജാം ആണെങ്കിൽ പൈനാപ്പിൾ ജാം ഇതുപോലെ എടുത്ത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ജാം എടുക്കുമ്പോൾ ഒരുപാട് ഭയങ്കര കട്ട പിടിച്ചിരിക്കുകയാണ്, ഇങ്ങനെ ലൂസായി കിട്ടുന്നില്ല എന്നാണെങ്കിൽ ഒരു കുറച്ച് ജാം എടുത്തിട്ട് ഒരു ബൗളിലേക്ക് ഇട്ട് നല്ലതായിട്ട് വിസ്കില്ല അത് വെച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുത്താൽ നല്ല സ്മൂത്തായിട്ട് കിട്ടും. എന്നിട്ട് ഇതിൻ്റെ മേലെ കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ട്, അത് ഓപ്ഷനിലാണ്. ഞാനത് കാണാൻ ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഡെസിക്കേറ്റഡ് കോക്കനട്ട് കുറച്ച് ഇട്ടത്. ഓപ്ഷനിലാണ് കേട്ടോ. ഇനി ഞാനിത് പ്ലേറ്റിൽ നിന്നൊന്ന് മാറ്റാണ്, കട്ടിംഗ് ബോർഡിലേക്കാണ് വെക്കുന്നത്. കാരണം നമുക്കിതൊന്ന് റോൾ ചെയ്തെടുക്കണം. ഇപ്പോൾ റോൾ ചെയ്തെടുക്കുമ്പോൾ പ്ലേറ്റിൽ നിന്ന് മാറ്റുമ്പോഴാണ് കുറച്ചും കൂടി സൗകര്യം. റോൾ ചെയ്തെടുക്കലാണ് ഇനി അടുത്തത്. കാരണം ജാം റോൾ എന്നല്ല പേര്. അപ്പോൾ ഇനി റോൾ ചെയ്യണം. അപ്പോൾ പയ്യെ ഇങ്ങനെ റോൾ ചെയ്യാം. ഇതൊക്കെ ചൂടാറി കഴിഞ്ഞതിന് ശേഷം മാത്രമേ റോൾ ചെയ്യാൻ പാടുള്ളൂ. ചൂടോടെ നിങ്ങൾ റോൾ ചെയ്താൽ പൊട്ടിപ്പോവും. അപ്പോൾ ചൂടാറി എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം ഇതുപോലെ ഇങ്ങനെ പയ്യെ റോൾ ചെയ്ത് എടുക്കുക. അപ്പോൾ ഈ റോൾ ചെയ്തത് നമ്മളൊരു പ്ലാസ്റ്റിക് കവറിലും കൂടി ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് റാപ്പ് ചെയ്തെടുക്കുകയാണ്. കാരണം ആ റോളിംഗ് ഒന്ന് വിട്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പ്ലാസ്റ്റിക് കവറിലും കൂടി ഇട്ടിട്ട് ഒന്നും കൂടി റോൾ ചെയ്തെടുക്കുന്നത് കേട്ടോ. എന്നിട്ട് ഇതൊരു 10 മിനിറ്റ് അങ്ങനെ വെക്കണം. പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് പ്ലാസ്റ്റിക് കവറിൽ നിന്ന് അത് മാറ്റിയെടുക്കാം. ഇനി അടുത്ത പരിപാടി എന്ന് വെച്ചാൽ നമുക്കിത് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കലാണ്. ഈവനായിട്ട് ഇതിങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഇത് നിവർത്തേണ്ട ആവശ്യമൊന്നുമില്ല. അതേ ലെവലിൽ തന്നെ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് എടുക്കുന്നതാണ്. ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ ജാം റോൾ റെസിപ്പി. ഈസി അല്ലേ? നിങ്ങൾക്കൊരു 10 മിനിറ്റ് പോലും വേണ്ട ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. ഞാൻ 10 മിനിറ്റ് ഒരു ഇതിന് പറഞ്ഞെന്നുള്ളൂ. 10 മിനിറ്റ് പോലും വേണ്ട. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്വീറ്റ് റെസിപ്പിയാണ്. ഇത് കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒരുപോലെ ഇഷ്ടപ്പെടുന്നൊരു നല്ല അടിപൊളി റെസിപ്പിയാണ്. എന്തായാലും അത് ട്രൈ ചെയ്ത് നോക്കാം. മസ്റ്റ് ട്രൈ ഐറ്റമാണ്.
വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും അതുപോലെ മാക്സിമം ഷെയർ ചെയ്തും കൊടുക്കണേ. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഇതുപോലത്തെ ഈസി പീസി റെസിപ്പികൾ കിട്ടാൻ വേണ്ടി എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. കൂടെ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെച്ച് ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. വീഡിയോ കണ്ട് കൊതി വിടാതെ വേഗം പോയിട്ട് ഉണ്ടാക്കി നോക്ക്. അപ്പോൾ അടുത്തൊരു വീഡിയോ പുതിയ അടിപൊളി റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടാറ്റാ.